മഹാഭാരത യുദ്ധം പ്രഖ്യാപിച്ച ശേഷം പഞ്ചപാണ്ഡവന്മാരും കൗരവന്മാരും വളരെ വിഷമേറിയ ദിവസങ്ങളിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദുര്യോധനൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഈ യുദ്ധം അടുത്തിരിക്കുന്ന അവസരത്തിൽ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. അങ്ങയുടെ മുഴുവൻ സൈന്യത്തെയും എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്തോഷത്തോടെ ദുര്യോധനോട് പറഞ്ഞു, അതിനെന്താ, എൻ്റെ എല്ലാ സൈന്യത്തെയും നീ എടുത്തോളൂ എന്ന് പറഞ്ഞു. ദുര്യോധനൻ അവിടുന്ന് സന്തോഷത്തോടെ ഭഗവാനെ വണങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം അർജുനൻ വളരെ ദുഃഖിതനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ചെന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിച്ചു, എന്താ അർജുന, എന്തു പറ്റി? അപ്പോൾ അർജുനൻ പറഞ്ഞു, ഭഗവാനായ അങ്ങയ്ക്ക് സർവ്വതും അറിയാലോ. ഈ യുദ്ധസമയത്ത് എൻ്റെ തേര് തെളിയിക്കാൻ സാക്ഷാൽ ഭഗവാനായ അങ്ങ് തന്നെ വരണം. എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണ്. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, തീർച്ചയായും ഞാൻ വരും. നിൻ്റെ തേര് തെളിയിക്കാൻ ഞാൻ തന്നെ വരും. നീ സന്തോഷമായി സമാധാനമായി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. യുദ്ധത്തിൻ്റെ പല ഘട്ടങ്ങളിലും അർജുനൻ യുദ്ധം ചെയ്യാനാവാതെ വിഷമിച്ച് നിൽക്കുന്ന അവസരത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉപദേശം അനുസരിച്ചാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്. വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവങ്ങളുടെയും മന്ത്രവാദത്തിൻ്റെയും പലതിൻ്റെയും പുറകെ പോകുന്നു. പക്ഷേ അങ്ങനെയൊന്നും പോകാതെ നമ്മൾ ഈ അർജുനനെ പോലെ സാക്ഷാൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ തേര് തെളിക്കാൻ ദൈവമേ അങ്ങ് വരണേ, എന്നെ കൈപിടിച്ച് നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാവും.